ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിജേഷ് ദിനേശൻ. നമ്മൾ ഈ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ വരുന്ന സമയമാണ്. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് പോലെയുള്ള വളരെ പ്രധാനമായിട്ടുള്ള പരീക്ഷകൾ വരുന്ന സമയമാണ്. പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയം കമ്പനി ബോർഡ് അസിസ്റ്റൻ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അപ്ലൈ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത് പ്രസ്താവന ചോദ്യങ്ങളാണ് അല്ലേ. അപ്പോൾ പ്രസ്താവന ചോദ്യങ്ങളെ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം. കുറച്ച് ചോദ്യങ്ങൾ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പഞ്ചശീല തത്വങ്ങളുടെ ഭാഗമായ സമീപനങ്ങൾ ഏതെല്ലാം? അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ഭാഗമായത് ഏതെന്നാണ് ചോദ്യം. അതിന്റെ അർത്ഥം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ പോയിന്റ്, സമത്വവും പരസ്പര സഹായവും പുലർത്തുക. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണല്ലേ. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ സമത്വവും അതുപോലെ തന്നെ പരസ്പര സഹായവും പുലർത്തുക. ഇത് ശരിയായിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ. ശരിയാവാൻ സാധ്യതകളാണ്. പരസ്പര സഹായമാണ്. ഒന്ന് ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓപ്ഷനിൽ നോക്കിയേ, എല്ലാത്തിലും ഓപ്ഷൻ ഉണ്ട്, ഒന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ദെൻ രണ്ടാമത്തെ, സമാധാനപരമായ സഹവർത്തിത്വം പാലിക്കുക. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം പാലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ പഞ്ചശീല തത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനപരമായിട്ടുള്ള ഒരു സൗഹൃദം നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും അതിൻ്റെ ഭാഗം തന്നെയാണ്. രണ്ടാമത്തെ പോയിന്റ് ശരിയാണെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ പോയിന്റ് ശരിയാണെങ്കിൽ ഈ ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റും. ദെൻ പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്നാണ് പറയുന്നത്. പരസ്പരം ആക്രമിക്കാതിരിക്കുക. പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്ന് പറയുകയാണെങ്കിൽ അത് ശരിയാണ് അല്ലേ. പരസ്പര സഹവർത്തിത്വം പുലർത്തുക എന്ന് പറഞ്ഞാൽ തന്നെ പരസ്പരം ആക്രമിക്കാതിരിക്കുക. അപ്പം മൂന്നാമത്തെ പോയിന്റും ശരിയാണ്. മൂന്നാമത്തെ പോയിന്റ് ശരിയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കട്ട് ചെയ്ത് പോവും. ഓക്കെ, അത് കട്ട് ചെയ്തു. അപ്പോൾ രണ്ട് ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്തു? ഇപ്പോൾ തന്നെ കട്ട് ചെയ്ത് പോയി. രണ്ട് ഓപ്ഷൻ തന്നെ ഇപ്പോൾ കട്ട് ചെയ്ത് പോയി. നാലാമത്തെ പോയിന്റ് നോക്കൂ, ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടുക എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ. ഇടപെടാൻ പാടില്ല. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ആവശ്യമില്ല. രാജ്യങ്ങൾ തമ്മിൽ അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് അത് വഷളാക്കേണ്ട ആവശ്യമില്ല. അപ്പം നാലാമത്തെ പോയിന്റ് തെറ്റാണ്. നാലാമത്തെ പോയിന്റ് തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു ഓപ്ഷനും കട്ട് ചെയ്ത് പോവും. എന്താണ് ഉത്തരം വരുന്നത്? എ, 1, 2, 3 ശരി. എന്താണ് വരുന്നത്? 1, 2, 3 ശരി അല്ലേ. അപ്പോൾ കുറച്ചൊക്കെ വായിച്ച ആൾക്കാർക്ക്, തീരെ ബേസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പക്ഷേ ഭയങ്കര ടഫായിട്ട് തോന്നും. പക്ഷേ ഈ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് കുറച്ചൊക്കെ വായിച്ച് ചെറിയൊരു അറിവുള്ള ആൾക്കാർക്ക് ഈ ഉത്തരം കൃത്യമായിട്ട് എത്തിക്കാൻ പറ്റും. അതായത് ഇതിൽ നാലാമത്തെ പോയിന്റ് മാത്രമാണ് തെറ്റ്. നാലാമത്തെ പോയിന്റ് തെറ്റാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ ഇത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും, ഇത് കട്ട് ചെയ്യും. അത് ഏറ്റവും എളുപ്പത്തിൽ പഠിക്കുക. മീൻസ് കുറച്ചും കൂടി പഠിച്ചവർക്ക് ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നാലാമത്തെ പോയിന്റ് തെറ്റാണെന്ന് കണ്ട 3 ഓപ്ഷനും കട്ട് ചെയ്ത് പോകും. അല്ലാത്തവർക്ക് ഒന്നിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഓരോ പോയിന്റും വായിച്ച് മെല്ലെ മെല്ലെ അത് കട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, അല്ലാതെ നോക്കുകയാണെങ്കിൽ നാലാമത്തെ പോയിന്റ് തെറ്റാണ്, ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഉത്തരത്തിലേക്ക് എത്തും. 4 മാത്രം തെറ്റ് എന്നുള്ള രീതിയിൽ. കാരണം 1, 2, 3 ശരി, 4 തെറ്റാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. 4 എല്ലാ ഓപ്ഷനിലും ഉണ്ട്, 1 മാത്രമില്ല. അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് പോകും. ഇനി അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനയുടെ പ്രീമിയറായിരുന്ന ചൗവൻ ലായിയാണ് ആ പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചത്. ഇതും നമുക്ക് അറിയാവുന്ന കേസാണ്. നെഹ്റു ആൻഡ് ചൗവൻ ലായ്. ഏതാണ് വർഷം? 1954 ഏപ്രിൽ 29. 1954 ഏപ്രിൽ 29. അപ്പോൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു റിലേറ്റഡ് ഫാക്റ്റ് എന്നുള്ള രീതിയിൽ 1, 2, 3 പോയിന്റുകൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ധൈര്യത്തിൽ ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പഞ്ചശീല തത്വങ്ങളിലെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, അതായിരുന്നല്ലോ നമ്മുടെ ചോദ്യം. അതുകൊണ്ട് തന്നെ പഞ്ചശീല തത്വങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റുകൾ, നിർദ്ദേശങ്ങൾ നമ്മൾ പെട്ടെന്ന് പഠിക്കുകയാണ്. ഒന്നാമത്തെ പറയുന്നത്, രാജ്യത്തിൻ്റെ അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. അപ്പോൾ ഇന്ത്യ ചൈനയും തമ്മിലാണ് പ്രധാനപ്പെട്ടതെങ്കിൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ അതിർത്തിയും ചൈനയുടെ അതിർത്തിയും തമ്മിൽ ഒരു തർക്കമില്ലാതിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ പരസ്പരം അംഗീകരിക്കണം. അത് അതിർത്തിയും അംഗീകരിക്കണം, അതുപോലെ പരമാധികാരവും, ഇന്ത്യയുടെ അധികാരം എന്താണെന്ന് ചൈനയും ചൈനയുടെ അധികാരം എന്താണെന്നുള്ളത് ഇന്ത്യയും പരസ്പരം അംഗീകരിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ. ഓക്കെ, അടുത്തൊരു പോയിന്റ് പറയുന്നത് പരസ്പരം ആക്രമിക്കാതിരിക്കുക. പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ യുദ്ധത്തിൽ ഏർപ്പെടുകയോ വഴക്കുകളോ
ഒരു തർക്കത്തിലേക്കോ നീങ്ങാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു തത്വം. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അതാണ് നേരത്തെ വന്ന പോയിന്റ് അല്ലേ. ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടേണ്ട ആവശ്യം വരുന്നില്ല. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റൊരു രാജ്യം ഒരു കാരണവശാലും ഇടപെടേണ്ടി വരുന്നില്ല. അതാണ് പഞ്ചശീല തത്വങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാതലായിട്ടുള്ള പോയിന്റ്. സമത്വവും പരസ്പര സഹായവും പുലർത്തുക. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും സഹായ സഹകരണങ്ങളൊക്കെ വേണമെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക എന്നുള്ളത്. സമാധാനപരമായ സഹവർത്തിത്വം, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റാണ്. സമാധാനപരമായിട്ടുള്ള ഒരു സഹവർത്തിത്വം പുലർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ള പോയിന്റ് ആയിരുന്നു നമ്മുടെ തെറ്റ്. പക്ഷെ അത് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്കത് ശരിയാണെന്ന് തോന്നും. അപ്പോൾ വളരെ തുടക്കം മുതൽ തന്നെ ഓരോ പോയിന്റും വായിച്ച് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ കട്ട് ചെയ്ത് പോവാം. അതല്ല കുറച്ചൊക്കെ പഠിച്ച വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നാലാമത്തെ ഓപ്ഷൻ പോയിന്റ് കണ്ടു ഉടനെ അത് തെറ്റാണ്, 3 ഓപ്ഷനിലും എന്തുണ്ട്, 4 ഉണ്ട്, ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. ഓക്കെ അല്ലേ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ബംഗാൾ വിഭജനം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ നിന്ന് നമുക്കൊരു ചോദ്യം നോക്കാം. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പോസിറ്റീവാണ്. ശരിയായത് ഏത്? അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അല്ലേ. ശരിയായത് ഏത്? ശരി, ബംഗാൾ പ്രവിശ്യ വിഭജിക്കാനുള്ള ഉത്തരവ് കഴ്സൺ പ്രഭുവാണ് പുറപ്പെടുവിച്ചത് അല്ലേ. ഒരു ബേസ് അറിയുന്ന ഒരാൾക്ക് അറിയാം, 1905 ജൂലൈ 20 കഴ്സൺ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 1 ശരിയാണ്. ശരിയായ പ്രസ്താവനയോട് ചോദിക്കുന്നത് 1 ശരിയാണ് എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ പോവും. അതിൽ 2ഉം 3ഉം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 ശരിയാണ്. ഇത് ദേശീയതയുടെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റം തടയുവാൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ട് അത് തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനം ഉയർന്നു വരുന്ന കാലഘട്ടത്തിലാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു മുസ്ലിം എന്ന രീതിയിൽ ബ്രിട്ടൻ ഇന്ത്യയെ വിഭജിക്കുന്നത്. അപ്പോൾ ഈ ദേശീയതയുടെ വളർന്നു വരുന്ന വേലിയേറ്റം അല്ലെങ്കിൽ വളർച്ച തടയാൻ വേണ്ടി തന്നെയാണ് അത് നടന്നത്. അപ്പോൾ 2 ശരിയാണ്. എന്താണ് 2 ശരിയാണ് എന്ന് പറഞ്ഞാൽ എന്തുണ്ടായിരിക്കും, ഈ പോയിന്റ് പോവും. 2 ശരിയാണെന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് പോവും. ഓക്കെ. അതുപോലെ തന്നെ 3ാമത്തെ പോയിന്റ്, മതപരമായ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കാരെ വിഭജിക്കാനുള്ള ശ്രമമായി അതിനെ ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം ഇന്ത്യൻ ദേശീയവാദികൾ അത് കൃത്യമായിട്ട് കണ്ടു. മതപരമായിട്ടാണ് ഇന്ത്യക്കാരെ വിഭജിക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത് എന്ന് ആര് കൃത്യമായിട്ട് കണ്ടു, ഇന്ത്യൻ ദേശീയവാദികൾ കണ്ടു. അതുകൊണ്ടാണ് ബംഗാൾ വിഭജനത്തിനെതിരെ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ഇന്ത്യയിൽ ഉയർന്നു വരാൻ കാരണം. അപ്പം 3ാമത്തെ പോയിന്റ് തെറ്റാണ്. 3ാമത്തെ പോയിന്റ് തെറ്റാണെങ്കിൽ എന്ത് സംഭവിക്കും, എല്ലാം ശരി എന്നുള്ള പോയിന്റും പോവും. ഇതൊരു തുടക്കക്കാരൻ എന്ന രീതിയിൽ. ഇനി അതല്ല, ഒറ്റയടിക്ക് നമ്മൾ ഈ ഭാഗം കുറച്ച് വായിച്ച ആളാണെങ്കിൽ 4ാമത്തെ പോയിന്റ് 3ാമത്തെ പോയിന്റാണ് വായിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, ഇതിൽ 3 ഉണ്ട്, ഇത് വേണ്ടാന്ന് വെക്കും, ഇതിൽ 3 ഉണ്ട്, ഇതിലും 3 ഉണ്ട്. സോ എന്തുണ്ടാവും, പഠിച്ചിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഒരു ആവറേജ് പഠനമുള്ള ആൾക്ക് എന്ത് സംഭവിക്കാം, 1, 2 ഓരോ 1 by 1 ആയിട്ട് പോയിന്റ് വായിച്ചാലും ഉത്തരത്തിലേക്ക് സമാധാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്താൻ പറ്റും. ദെൻ ഓപ്ഷൻ 1ഉം 2ഉം ശരി, 3ാമത്തെ തെറ്റാണ്. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് കഴ്സൺ പ്രഭുവാണ്. അതും നിലവിൽ വരുന്ന സമയത്ത് മിൻറ്റോ 2ാമനാണ്, അതതിൻ്റെ ബേസാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ഒക്ടോബർ 16 അന്ന് വിലാപ ദിനമായിരുന്നു ഇന്ത്യയിൽ. ഇതെല്ലാം SCERT പുസ്തകത്തിൽ അതിൻ്റെ ബേസ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ബംഗാൾ വിഭജനത്തിൻ്റെ പിന്നിലെ ബ്രിട്ടീഷ് നയം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നതായിരുന്നു, ഭിന്നിപ്പിച്ച് ഭരിക്കുക. ഇതും നമ്മൾ ഒരുപാട് ചെറിയ ക്ലാസ്സുകളിൽ കേട്ടിട്ടുള്ളതാണ്. 1905 ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമായിരുന്നു സ്വദേശി പ്രസ്ഥാനം. ഓഗസ്റ്റ് 7 അത് ഉയർന്നു വരുന്നത്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് 2ാമനായിരുന്നു 1911. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഒരു PSC പഠനവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറിയൊരു ബേസാണ് ഇത്രയും ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട്. ഇത്രയെങ്കിലും അറിയാമെങ്കിൽ നേരത്തെ കണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ക്ഷമയാണ് വേണ്ടത്. വളരെ ശ്രദ്ധിച്ചിട്ടായിരിക്കണം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്, മൗലിക അവകാശങ്ങൾ എന്നാൽ, അത്രേ ചോദിച്ചിട്ടുള്ളൂ. നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ ശരിയായത് തെറ്റായത് എന്നൊന്നും ചോദ്യമില്ല. എന്താണ് ചോദ്യം, മൗലിക അവകാശങ്ങൾ എന്നാൽ ന്യായീകരിക്കാവുന്നവയാണ് അല്ലേ, ന്യായീകരിക്കാം. അതുകൊണ്ടാണ് നമ്മളത് കിട്ടിയില്ലെങ്കിൽ എങ്ങോട്ട് പോകുന്നത്, ഹൈക്കോടതിയിലേക്കോ സുപ്രീം കോടതിയിലേക്കോ പോകുന്നത്. മൗലിക അവകാശങ്ങൾ അപ്പോൾ ന്യായീകരിക്കാവുന്നതാണ്. സമ്പൂർണമായവ എന്നാണ് പറയുന്നത്, സമ്പൂർണമായവ ആണോ, സമ്പൂർണമായവ അല്ല, സമ്പൂർണമല്ല എന്ത് മൗലിക അവകാശങ്ങൾ. ഓക്കെ, നെഗറ്റീവോ പോസിറ്റീവോ ആകാം. ശരിയാണ് അല്ലേ, നെഗറ്റീവോ
പോസിറ്റീവോ ആണ് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവോ പോസിറ്റീവോ ആണ്. ചില മൗലിക അവകാശങ്ങൾ നമ്മൾ പറയുന്നത് ചൂഷണം ചെയ്യരുത്, അപ്പോൾ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അപ്പോൾ അതൊരു പോസിറ്റീവ് കമൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നെഗറ്റീവോ ആകാം പോസിറ്റീവോ ആവാം. സ്റ്റേറ്റ് ഒരു പൗരനോട് ഇന്നത് ചെയ്യരുത്, അപ്പോൾ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, അപ്പോൾ നെഗറ്റീവ് സ്വഭാവം ഉണ്ട് അതിന്. അതുപോലെ തന്നെ അത് എന്ത് ചെയ്യരുത്, പോസിറ്റീവായിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നത് എന്താണ്, പദവികൾ നിർത്തലാക്കാം എന്ന് പറഞ്ഞ പോസിറ്റീവാണ്. ചൂഷണം ചെയ്യരുത്, ബാലവേല അനുവദിക്കരുത്, തൊട്ടുകൂടായ്മ അനുവദിക്കരുത്, ഇതൊക്കെ പറയുമ്പോൾ നെഗറ്റീവാണ്. ഓക്കെ, അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കാം, അപ്പോൾ പോസിറ്റീവാണ്. അപ്പോൾ എന്തുണ്ട്, നെഗറ്റീവോ പോസിറ്റീവോ ആവാം. ഭേദഗതി വരുത്താൻ പറ്റുമോ? തീർച്ചയായും പറ്റും. പാർലമെൻറ്റ് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഭരണഘടനയുടെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഭേദഗതി വരുത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നോക്കുമ്പോൾ സമ്പൂർണ്ണമല്ല എന്നുള്ളത്, സമ്പൂർണ്ണമായവ എന്നുള്ളതാണ് എന്ത് വരിക, തെറ്റായ പ്രസ്താവന വരിക. അപ്പോൾ ഓപ്ഷനിലേക്ക് വരിക 2 തെറ്റാണ്. 2 തെറ്റാണെങ്കിൽ ഇതുണ്ടാവില്ല, ഇതുണ്ടാവില്ല, അതുപോലെ തന്നെ ഇതുണ്ടാവില്ല. 2 മാത്രം തെറ്റ്. ഓക്കെ, 2 മാത്രം തെറ്റ്, 2 മാത്രം തെറ്റാണ് ഉത്തരം വരുന്നത് അല്ലേ. അപ്പോൾ സമ്പൂർണ്ണമാണോ അല്ലേ എന്നുള്ളതിൻ്റെ ചെറിയൊരു രൂപമാണ് തന്നത്. ഇനി എന്താണ് 2 മാത്രം തെറ്റ്? ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക അവകാശങ്ങൾ ഭേദഗതി ചെയ്യുന്നത്. വെറുതെ ചെയ്യാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമാണ് അത് നടക്കുകയുള്ളൂ. മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അതായത് ഇന്ത്യൻ പൗരന്മാർക്ക്. ചിലത് പൗരന്മാർക്കും വിദേശികൾക്കും അവകാശപ്പെട്ടതാണ്. ചില മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രം ലഭിക്കുന്നു. ചില മൗലിക അവകാശങ്ങൾ എന്ത് ചെയ്യുന്നു, വിദേശ പൗരന്മാർക്കും ലഭിക്കുന്നുണ്ട്. ഓക്കെ, മൗലിക അവകാശങ്ങൾ സമ്പൂർണ്ണമോ അനിയന്ത്രിതമോ അല്ല, അവ വ്യവസ്ഥകൾക്ക് വിധേയമാണ്. ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണ്, മൗലിക അവകാശങ്ങളൊക്കെയും സമ്പൂർണ്ണമല്ല. അങ്ങനെ മൗലിക അവകാശങ്ങൾ സമ്പൂർണ്ണമായി കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അതൊരു വെല്ലുവിളിയായിട്ട് മാറും. പൗരന്മാരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് അത് പ്രശ്നമായി തീരും. അപ്പോൾ അതുകൊണ്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് അതിനെല്ലാം ഒരു വ്യവസ്ഥ വെക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് സഞ്ചരിക്കാം. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ആർട്ടിക്കിൾ 19 പ്രകാരം നമ്മുടെ മൗലിക സ്വാതന്ത്ര്യമാണ് ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാം. പക്ഷേ ചില വ്യവസ്ഥകൾക്ക് വിധേയമാണ്. യുദ്ധഭൂമി ഇന്ത്യയിലാണെങ്കിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സാധാരണ പൗരന് അവിടെ ചെല്ലാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ് ചില റെസ്ട്രിക്ഷൻ വെക്കുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ അവിടെ ചെയ്യാമെങ്കിലും ചില വകുപ്പുകൾ പ്രകാരം ഒരു നിയന്ത്രണം വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ പൂർണ്ണമാണെന്നോ സമ്പൂർണ്ണമാണെന്നോ അതുപോലെ തന്നെ അനിയന്ത്രിതമാണോ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് അറിയാവുന്ന ഒരാളാണെങ്കിൽ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. അതല്ല ബാക്കി 3 പോയിന്റും നോക്കി മെല്ലെ ഓപ്ഷൻ കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. വീണ്ടും പറയുന്നു, വളരെയധികം ക്ഷമയോട് കൂടിയിട്ടാണ് സ്റ്റേറ്റ്മെന്റ് വായിക്കേണ്ടത്. മൗലികാവകാശങ്ങൾ നടപ്പാക്കാൻ ഒരു പൗരനെ കോടതിയെ സമീപിക്കാം, അത് ജസ്റ്റിഷ്യബിൾ ആണ്. മൗലികാവകാശങ്ങളുടെ സംരക്ഷണാർത്ഥം സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ നമുക്ക് പോകാം, റിട്ട് ഫയൽ ചെയ്യാം. മൗലികാവകാശങ്ങൾ ചിലത് നെഗറ്റീവ് സ്വഭാവമുള്ളവയാണ്, അവ ഭരണ സംവിധാനങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യങ്ങളെ പരിമിതപ്പെടുത്തുന്നു. മറ്റു ചിലത് പോസിറ്റീവ് സ്വഭാവമുള്ളവയാണ്, ഇവ വ്യക്തികൾക്ക് ചില പ്രത്യേക അവകാശങ്ങൾ നൽകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് അതിൽ തെറ്റായത്, ഇപ്പൊ നെഗറ്റീവാണ്, തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ 1 2 ഉണ്ടാവാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തെറ്റായത് അല്ലെങ്കിൽ തെറ്റായവ. ശരി, ഇന്ത്യൻ പാർലമെന്റിന്റെ അപ്പർ ചേംബർ ഒരു സ്ഥിരം സഭയാണ്. അപ്പർ ചേംബർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്, രാജ്യസഭയെയാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ശരി, ഒന്ന് ശരിയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തന്നെ പഠിക്കുന്നതാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭയിലെ അംഗങ്ങൾക്കാണ് കാലാവധി. 6 വർഷം കൂടുമ്പോൾ ഒരു നിശ്ചിത ശതമാനം അംഗങ്ങൾ അതിൽ നിന്ന് മീൻസ് അതിന് ഒഴിവായി പോകും. അവരുടെ കാലഘട്ടം കഴിയുകയും അവരുടെ ഭരണ കാലഘട്ടം അല്ലെങ്കിൽ അവരുടെ പദവിയുടെ കാലഘട്ടം കഴിയുകയും അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്യും നമുക്കറിയാം. അപ്പോൾ അത് സ്ഥിരം സഭയാണ്. ഒന്ന് ശരിയാണെങ്കിൽ തെറ്റായതല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞ് 1 2 തെറ്റി എന്നുള്ളത് പോവും. ഓക്കെ, 1 3 എന്നുള്ളത് പോവും. ഓക്കെ, മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ളതാവും. അപ്പോൾ തന്നെ ഉത്തരം കിട്ടി. ഇനി അതല്ല, രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണെങ്കിൽ, ഈ പോയിന്റ് നമുക്ക് അറിയില്ല, രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ രാജ്യസഭയിൽ അംഗമല്ല, അത് തെറ്റാണ്. രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ രാജ്യസഭയുടെ അംഗമാണ്. ഉപാധ്യക്ഷൻ, അധ്യക്ഷനല്ല. ആരാണ്? ഉപാധ്യക്ഷൻ രാജ്യസഭയിലെ മെമ്പറാണ്. രാജ്യസഭ MP ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി തന്നെയാണ് രാജ്യസഭയുടെ ഉപാധ്യക്ഷനായിട്ട് മാറുക. അതിൻ്റെ ചെയർമാൻ അതിൻ്റെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. തെറ്റാണ്.
അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതി എന്തല്ല? ഉപരാഷ്ട്രപതി ഒരിക്കലും രാജ്യസഭയിലെ അംഗമല്ല. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഏതൊക്കെയാണ് തെറ്റ്? 2 തെറ്റാണ്, 3 തെറ്റാണ്. ഓക്കെ, 2 തെറ്റാണ്, 3 തെറ്റാണ്. ഓപ്ഷൻ സി ആണ് വരിക. അപ്പോൾ 2 തരത്തിലും നമുക്ക് നോക്കാം. ഒന്നാമത്തെ പോയിന്റിൽ നിന്ന് തന്നെ ചില ചോദ്യങ്ങൾ ഉത്തരത്തിലേക്ക് എത്തും. രണ്ടാമത്തെ പോയിന്റിലേക്ക് ഒന്നും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താവുന്നതാണ്. അപ്പോഴും നമ്മൾ പറയുന്ന കാര്യം എന്താണ്? ആ ഏരിയയെ പറ്റി ചെറിയൊരു ബേസ് ഉണ്ടായാൽ മതി, നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. നോക്കാം, ഉത്തരം പറയുന്നത് സി 2ഉം 3ഉം മാത്രമാണ് തെറ്റ്. ഒന്നാമത്തെ ശരിയായ പ്രസ്താവനയാണ്. ഈ രാജ്യസഭയുടെ മറ്റ് പേരുകളിലെ അപ്പർ ചേംബർ എന്നുള്ളതിന് പകരം എന്തുണ്ട്? ഉപരിസഭയുണ്ട്, സെക്കൻഡ് ചേംബർ എന്നറിയപ്പെടുന്നുണ്ട്, ഹൗസ് ഓഫ് എൽഡേഴ്സ് എന്നറിയപ്പെടുന്നുണ്ട്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നു. ഇത്രയും പേരുകൾ എന്ത് രാജ്യസഭയ്ക്കുണ്ട്. അപ്പോൾ നമ്മൾ ആ നേരത്തെ കണ്ട സ്റ്റേറ്റ്മെന്റിൽ അപ്പർ ചേംബർ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ സെക്കൻഡ് ചേംബർ എന്നുള്ളൊരു പേരുണ്ട്, ഉപരിസഭ എന്നുള്ള പേരുണ്ട്, ഹൗസ് ഓഫ് എൽഡേഴ്സ്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളൊരു പേരുണ്ട്. ഓക്കെ അല്ലേ? ഇനി സംസ്ഥാനത്തെ നിയമസഭയിലേക്ക് ജനങ്ങൾ നേരിട്ട് പ്രതിനിധിയെ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ പ്രതിനിധികൾ അവരുടെ സംസ്ഥാനങ്ങളിലെ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. അതും നമുക്കറിയാം. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൽ ഈ പൊതുജനത്തിന് യാതൊരു പങ്കുമില്ല. പൊതുജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന MLA മാർ, അത് ജനപ്രതിനിധികളാണ് ആരെ തെരഞ്ഞെടുക്കുന്നത്? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് വന്നാലും ഇനി തെറ്റിക്കരുത്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് നമ്മൾ ഈ ആശയം കടമെടുത്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് നമ്മൾ ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് കടമെടുത്തിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള സീറ്റ് വിഭജനത്തെ പറ്റി പട്ടികയിൽ പറയുന്നുണ്ട്. ഏത് പട്ടികയിലാണ്? ഭരണഘടനയുടെ 4ാം പട്ടികയിൽ അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എങ്ങനെയാണ് സീറ്റ് വിഭജനം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ബേസാണ്. ഞാൻ അതിൻ്റെ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ടെർമിനേഷൻ അല്ലേ, അങ്ങനെ ഒരു കാര്യം പറയുന്നത് നമ്മൾ ഓപ്ഷൻ കട്ട് ചെയ്ത് കളയുന്ന രീതിയിലേക്കാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പഠിച്ചു പോകേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു എന്ന് മാത്രം. കേരളത്തിലെ 1ാമത്തെ EMS നമ്പൂതിരിപ്പാടിൻ്റെ കീഴിലുള്ള മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ. അത് നോക്കാം നമുക്ക്. ജോസഫ് മുണ്ടശ്ശേരി ആയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നു. ശരിയാണ്. PK ചാത്തൻ മാസ്റ്റർ വ്യവസായ വകുപ്പ് മന്ത്രി ആയിരുന്നു. PK ചാത്തൻ മാസ്റ്റർ വ്യവസായ മന്ത്രി ആയിരുന്നില്ല എന്നാണ് ഉത്തരം അല്ലേ? വ്യവസായ മന്ത്രി ആയിരുന്നില്ല. പക്ഷെ KR ഗൗരിയമ്മ റവന്യൂ മന്ത്രിയായിരുന്നു. ഇത് നമുക്കറിയാം. KP ഗോപാലൻ തദ്ദേശ സ്വയംഭരണം ആയിരുന്നില്ല. ഇനിയിപ്പോൾ അറിയാത്ത പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ളത് ഒരുവിധപ്പെട്ട മത്സര പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒന്ന് ശരിയാണ്. KR ഗൗരി ആയിരുന്നു റവന്യൂ മന്ത്രി. ഇതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്താണ് പ്രത്യേകത? ആദ്യത്തെ മന്ത്രിസഭയിൽ ഒരേ ഒരു വനിതാ മന്ത്രിയായിരുന്നു. അപ്പോൾ ഉത്തരത്തിലേക്ക് വരുമ്പോൾ എന്തുണ്ടാവുക? നമ്മൾ അവിടെ കണ്ടത് എന്താണ്? 1 ശരിയാണ്, 3 ശരിയാണ്. 1 ശരിയാണ്, 3 ശരിയാണ്. 1 ശരിയാണെങ്കിൽ ഇത് പോവും. ഓക്കെ, ശരി ഉത്തരാണ്. 1 ശരിയാണെങ്കിൽ ഇത് പോവും. ദെൻ ഏത് പോവും? 1, 3 പ്രസ്താവനകൾ മാത്രം. നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 ശരിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, 3 ശരിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1ഉം 3ഉം ശരിയാണെങ്കിൽ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? 1, 3 ശരി. ഇനി ചോദ്യം പെട്ടെന്നൊന്ന് തിരിഞ്ഞിട്ട് തെറ്റായതാ ചോദിച്ചതെങ്കിൽ അപ്പോൾ 2ഉം 4ഉം പ്രസ്താവനകൾ മാത്രം ഇത് കൊടുക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ ഉത്തരം എന്താണ്? 1ഉം 3ഉം പ്രസ്താവനകൾ മാത്രം. ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ് വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ പറയും 1, 3 ശരി, 2, 4 തെറ്റ്, 2ഉം 1ആണ് അല്ലേ? അപ്പോൾ തെറ്റാണോ ചോദിച്ചിരിക്കുന്നത് ശരിയാണോ ചോദിച്ചിരിക്കുന്നത് നോക്കിയിട്ട് വേണം ഇവിടെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, ഉത്തരം തന്നിരിക്കുന്നു സി. 1, 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ചാത്തൻ മാസ്റ്റർ ആരാന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? ആരായിരുന്നു ചാത്തൻ മാസ്റ്റർ? KP ഗോപാലനായിരുന്നു വ്യവസായം. അത് തദ്ദേശ സ്വയംഭരണം എന്നാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചാത്തൻ മാസ്റ്റർ എന്തായിരുന്നു? ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണമായിരുന്നു. എന്താണ്? തദ്ദേശ സ്വയംഭരണമായിരുന്നു. ബാക്കി ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട്. അജയ് കൂടെ കൊടുത്തതാണ്. KR ഗൗരിയമ്മയ്ക്ക് റവന്യൂ കൂടാതെ എക്സൈസ് കൂടി ഉണ്ടായിരുന്നു. കൃഷ്ണ അയ്യർ എന്ന് പറഞ്ഞ നിയമമന്ത്രിയായിരുന്നു. അച്യുതമേനോൻ ധനകാര്യ മന്ത്രിയായിരുന്നു. കൃഷ്ണ അയ്യർക്ക് നിയമത്തിൻ്റെ കൂടെ വൈദ്യുതി കൂടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ AR മേനോനായിരുന്നു ഏറ്റവും പ്രായം കൂടിയ മിനിസ്റ്റർ. അദ്ദേഹം തന്നെയാണ് ആരോഗ്യമന്ത്രിയായിട്ടിരുന്നത്. PT ചാക്കോ പ്രതിപക്ഷ നേതാവായിരുന്നു. KC ജോർജ് വനം ഭക്ഷ്യം വകുപ്പായിരുന്നു.
TV തോമസ് എന്ന് പറയുന്നത് തൊഴിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് മന്ത്രിസഭ എന്ന് പറയുന്ന ഭാഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. 1956 ശേഷമുള്ള കേരള രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണ്? ഈ പറയുന്ന ഒന്നാം മന്ത്രിസഭ തന്നെയാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവ ഈ കേരള പോർച്ചുഗീസ് ബന്ധം അല്ലേ, നമുക്ക് പോർച്ചുഗീസുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന കേരള പോർച്ചുഗീസ് ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ, അപ്പോൾ പോസിറ്റീവാണ്, ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. 1489 മെയ് മാസത്തിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തി. ഒറ്റ നോട്ടത്തിൽ ശരിയാണ് ഉത്തരം, പക്ഷെ തെറ്റാണ് അല്ലേ. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ വർഷത്തിൽ 1498 ഇതൊന്ന് തല തിരിച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ അത് ശ്രദ്ധിക്കപ്പെടില്ല. അപ്പോൾ ഒന്ന് തെറ്റാന്ന് കണ്ടാൽ ഉടനെ തന്നെ എന്തുണ്ടാവും? നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഉത്തരത്തിലേക്ക്, അതായത് നന്നായിട്ട് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഒന്ന് തെറ്റാണെങ്കിൽ സ്വാഭാവികമായി എന്തുണ്ടാവും? ഒന്ന് വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇനി 2, 3, 4 പ്രസ്താവനകൾ മാത്രം എന്നുള്ള രീതിയിൽ എത്താൻ പറ്റും. ഇനി അതല്ലാത്തവർക്ക് എന്ത് സംഭവിക്കും നോക്കുക. ഓക്കെ, ഇത് ശരിയാവാൻ സാധ്യതയുണ്ട്. 1500 കബ്രാൾ ഇന്ത്യയിലെത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വാസ്കോഡ ഗാമയുടെ പിൻഗാമിയായിട്ട് എത്തുന്ന വ്യക്തിയാണ് ആര്? കബ്രാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 1502 വാസ്കോഡ ഗാമയുടെ വരവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. 1498 1502 1524 വൈസ്രോയി ആയിട്ട്. ഇങ്ങനെ 3 വർഷമാണ് നമ്മൾ വാസ്കോഡ ഗാമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് രണ്ടാമതെത്തി എന്നുള്ളത് നമ്മൾ ശരിയാണ്. 502 രണ്ടാമതെത്തി. അതുപോലെ തന്നെ പോർച്ചുഗീസുകാർ കേരളം വിടുന്നത് വരെ കോലത്തിരിയുമായി അവർക്ക് സ്ഥിരവും തുടർച്ചയുള്ള സൗഹൃദ ബന്ധം നിലനിന്നിരുന്നു. അതിനൊരു ഹിസ്റ്ററി നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം വന്ന് സാമൂതിരിയോട് ചില കച്ചവട കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ സാമൂതിരി പറ്റില്ല എന്ന് പറയുകയും അവിടെ മുതൽ 1498 മുതൽ കച്ചവടത്തിനുള്ള സഹായം ചെയ്തു കൊടുത്തിരുന്നത് ആരാണ്? കോലത്തിരിയാണ്. അപ്പോൾ കോലത്തിരിക്ക് അവസാന കാലഘട്ടം വരെ, കണ്ണൂർ രാജവംശമാണ് കോലത്തിരിമാർ, അവർക്ക് അവസാന കാലഘട്ടം വരെ ആരുമായിട്ട്? പോർച്ചുഗീസുകാരുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം നിലനിന്നിരുന്നു. അപ്പോൾ ആ പോയിന്റും ശരിയാണ് അല്ലേ. അപ്പോൾ എന്ത് വരും? ഇവിടെ ഉത്തരം 1 എന്ന് വരുന്നത് തെറ്റാണ്. അവിടെ ചെറിയൊരു തെറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ആ ഒരു ഇയർ ഡിജിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇട്ടു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഒരുപാട് കൺഫ്യൂഷനിലേക്ക് എത്തിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട ആ ഒരു ഭാഗം ഈ വരുന്ന പ്രിലിംസിന് നിർബന്ധമായിട്ടും നമുക്കൊരു മാർക്ക് മേടിച്ചു തരുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, 1498 അല്ലേ. എഴുതുമ്പോൾ വലിയ വ്യത്യാസമൊന്നുമില്ല. 89 എന്ന് എഴുതിയിരിക്കുന്നത്. പെട്ടെന്നൊരു നോട്ടത്തിൽ നമുക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. മെയ് 20 വാസ്കോഡ ഗാമ എത്തുന്നത്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യമാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായുള്ള വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് മാനുവൽ പ്രധാനമായിട്ടും വാസ്കോഡ ഗാമയെ ഇങ്ങോട്ട് അയച്ചത്. അത് നമുക്കറിയാവുന്നതാണ്, അതിൻ്റെ ഒരു ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യം. ഈ വാണിജ്യ വികസനമായിരുന്നു പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് എന്ത് വരുന്നു? കബ്രാൾ വരുന്നുണ്ട് 1500. 1502 വാസ്കോഡ ഗാമ വീണ്ടും വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 24 അദ്ദേഹം വൈസ്രോയി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്കൊന്ന് നോക്കാം. താഴെ തന്നിരിക്കുന്ന ഈ പുസ്തകങ്ങളുടെയും രചയിതാക്കളുടെയും പേരുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് ഉത്തരം കണ്ടത് കുറച്ച് ടഫാണ്. അത് തീരെ അറിയാത്ത കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ടഫാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഉത്തരത്തിലേക്ക് എത്താനുള്ള ചെറിയൊരു മാർഗം ഇവിടെ ഉണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് ഡച്ചുകാരുടെ സംഭാവനയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന SCRT പുസ്തകമാണെങ്കിലും റാങ്ക് ഫയലുകൾ പഠിക്കുന്ന സമയമാണെങ്കിലും യൂറോപ്യന്മാരുടെ ആഗമനം പഠിക്കുന്ന സമയമാണെങ്കിലും എന്തുണ്ട്? പ്രത്യേകിച്ച് ഈ പറയുന്ന ഹോർത്തൂസ് മലബാറിക്കസ് ഉണ്ട്. ഹോർത്തൂസ് മലബാറിക്കസ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഹെൻറി വാൻ റീഡ് അല്ലേ. 1, 3 അതായത് A3 ആണെങ്കിൽ ഇത് പോയി, A3 ആണെങ്കിൽ ഇത് പോയി. അപ്പോൾ തന്നെ 2 ഉത്തരങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടി. ദെൻ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ദെൻ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകം നമ്മൾ ആ പുസ്തകം നമ്മൾ കേട്ടിട്ടുണ്ട്. ആരുടെ പുസ്തകമാണ്? ഷെയ്ഖ് സൈനുദ്ദീൻ ആണ്. അതായത് D എന്ന് പറയുന്നത് 2 നിർഭാഗ്യവശാൽ D എന്ന് പറയുന്ന 2 ഓപ്ഷനിലുണ്ട്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരും. 2 ഓപ്ഷൻ കട്ട് ചെയ്ത് കളഞ്ഞാലും എന്ത് സംഭവിക്കും? ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ എന്ത് വേണം? അടുത്തത് പെരുമാൾ തിരുമൊഴി അല്ലേ. പെരുമാൾ തിരുമൊഴി എന്ന് പറയുമ്പോൾ നമുക്ക് കുലശേഖര ആൾവാറാണോ കാടഞ്ചേരി നമ്പൂതിരിയാണ് ഏറ്റവും കൂടുതൽ ചേർച്ചയായിട്ട് തോന്നുന്നത്? പെരുമാൾമാര് അല്ലേ. അത് തന്നെയാണ് കുലശേഖര ആൾവാറാണ്. അതായത് 3 എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് 4 ആണ്. C എന്ന് പറയുന്നത് 4 ആണ്. C എന്ന് പറയുന്നത്
4 അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, അപ്പോൾ ചില പുസ്തകങ്ങളൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇതിൽ പരിചിതമായ പുസ്തകം എന്ന് പറയുന്നത് ഹോസ്തുസ് മലബാറിക്കസും അതുപോലെ തന്നെ തുവദ്ദുൽ മുജാഹിദിനുമാണ്. പക്ഷെ പെരുമാൾ എന്ന പേര് കേട്ടപ്പോൾ നമുക്കൊരു 90% ചേർക്കാൻ പറ്റുന്ന ഭാഗം ഏതാണ്? അതൊരു പ്രാചീന കേരളമാണ്. അതുകൊണ്ട് തന്നെ കുലശേഖര ആൾവാർമാരുടെ പേര് നമുക്കവിടെ പറയാൻ പറ്റും. ഈ രീതിയിലേക്ക് നമ്മൾ വളരെ രസകരമായിട്ട് ഈ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിയാൽ മാത്രമാണ് പ്രസ്താവന ചോദ്യങ്ങളോടുള്ള ഭയം നമുക്ക് മാറുള്ളൂ. പ്രസ്താവന ചോദ്യങ്ങൾ വളരെ കൂളായിട്ട്, അതായത് ഉത്തരം അറിയാമെങ്കിലും നമ്മുടെ ഒരു തിടുക്കം കൊണ്ട് തെറ്റാതിരിക്കാനൊക്കെ എന്ത് വേണം? കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും അതിൻ്റെ ബേസ് വായിച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, ഈ മാമാങ്കം കിളിപ്പാട്ട് എന്ന കാവ്യം രചിക്കാൻ പ്രോത്സാഹനം നൽകിയത് 1684 മുതൽ 705 വരെ ഭരിച്ചിരുന്ന കോഴിക്കോട് സാമൂതിരിയാണ് അദ്ദേഹത്തിന് ഒരു ഇത് കൊടുത്തത്. അതുപോലെ തന്നെ ഇട്ടി അച്യുതൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഹോർത്തുസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടിട്ട് മാൻഡ്രിഡിനെ സഹായിച്ച മലയാളി വൈദ്യൻ എന്ന് പറയുന്നത്. കേരള ആരാമം എന്നറിയപ്പെടുന്ന പുസ്തകം ഏതായിരുന്നു? ഈ ഹോർത്തുസ് മലബാറിക്കസ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു. കുലശേഖര ആഴ്വാർമാർ 2ാം ചേര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടവരാണ് അല്ലേ? പ്രാചീന കാലത്ത് ചേരന്മാർ, ചോളന്മാർ, പാണ്ഡ്യന്മാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അതിൽ ചേര സാമ്രാജ്യ സ്ഥാപകനാണ് ആര്? കുലശേഖര ആഴ്വാർ എന്ന് പറയുന്നത്. പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാർമാരും നടത്തിയ പോരാട്ടങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമാണ് ഷെയ്ഖ് സൈനുദ്ദീൻ്റെ തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ ഈ ഒരു നമ്മളിന്ന് എടുത്ത ചോദ്യങ്ങൾ മുഴുവൻ ഈ പ്രിലിംസുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയയിൽ നിന്നാണ്. 7 ചോദ്യങ്ങൾ പറഞ്ഞു. 7 ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ നിർബന്ധമായിട്ടും വരാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഏറ്റവും തുടക്കക്കാരൻ ഒഴിച്ച് ഒരു ഏവറേജ് വിദ്യാർത്ഥിക്ക് എത്രയും പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താവുന്ന രീതിയിൽ ഓപ്ഷൻ കട്ട് ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വരുന്ന ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികൾ ഈ പറയുന്ന താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടണം. നമ്മുടെ ബാച്ചിൽ ഈ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് പോലെയുള്ള നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ടെലഗ്രാം ചാനലുണ്ട്. താഴെ അതിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പുതിയ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഒരു രജിസ്ട്രേഷൻ ഫോം ഉണ്ട്, അതൊന്ന് ഫില്ല് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യുക. വരാൻ പോകുന്ന പരീക്ഷകൾ നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ കിട്ടാവുന്ന പരീക്ഷകളേ ഉള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നിട്ടേ ഉള്ളൂ. കൃത്യമായ പഠനം ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ഈ വരുന്ന ഒരു അധ്യയന വർഷം അല്ലെങ്കിൽ ഈ വരുന്ന വർഷം നമ്മുടേതായിരിക്കും എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. CCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.